ആയി മാഞ്ചി, നിന്റെ അസീന എന്നെ ആമാടപ്പെട്ടിയല്ലേ, ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചോളാം. അതിപ്പോ ഈടെ കാണുന്നില്ല, എന്തായിന്ന് എനിക്കറിയില്ല. കാണുന്നില്ലേ? നീ എന്ത് ഭ്രാന്ത് പറയുന്നത്? കിട്ടും. റൂഹാനിക്ക് നിങ്ങളോടുള്ള ചൊടി മാറണം. അത് എപ്പോ എങ്ങനെയെന്ന് ഇപ്പൊ പറയാൻ കഴിയാല. നിങ്ങൾ ഉപ്പളത്ത് ഒന്നും മല്ലെന്നല്ലേ? ഫുഡ് ഉണ്ടോ? നല്ല ഫുഡ് ഉണ്ട്. ആ അപ്പം മല്ലെന്ന്. മമ്മുഞ്ഞി വാട. അല്ല, നിനക്ക് തല്ലാക്കാനല്ല അറിയോ? അപ്പൊ ആലിനെ ചവിട്ടി താത്തിയതാരി എന്നെ പണ്ട പ്രസരാക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞത്, കസർത്ത് നടക്കട്ടെ. രക്ഷപ്പെട്ടാവില്ല. സുകന്യ പണിക്ക് പറ്റേ? ഇതന്നെ പണി. ചെറിയ പണിയുണ്ട്. ആ ബാഡൂർ മമ്മൂനെ കണ്ടിട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന നോക്കാം. പിന്നെന്താക്കല്? ഇവിടെ നോക്കി എന്ത് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നില്ല. ശരിയാക്കി ശരിയായ ഒരിക്കൽ പോയിട്ട് പോയിക്കാം. യോൻ്റെ അടുത്ത് കെഞ്ചുന്നു, തല്ലെങ്കിൽ തല്ല്. അതാണ് ഒരു മാങ്ങ. അത് പോത്തിട്ടാ. അതിലാ ഞാൻ നോക്കിയാ ഞങ്ങൾക്ക് നിങ്ങളെ കാണുന്നില്ല. ഇല്ലേ? ഞാൻ ഇതിലെ മുണ്ടി നിങ്ങൾക്ക് കേക്കോ? നോക്കിയാ കേക്കുന്നില്ല. നിങ്ങ മുണ്ടിയാ ഞാൻ കേക്കുന്നില്ല. ഇല്ല ഗപ്പോ അതിരാനെ നമ്മളെ മല കൊടുത്തരാ. ഓനെ കാണുന്നില്ലല്ലോ. പോയപ്പോ മല്ലം വന്നേ. നീ ഏടെ പോയിട്ടുണ്ടായല്ല? മല്ലിനിടണ്ടായി ഇങ്ങോട്ട് പോയിട്ടുണ്ടായ കാലത്ത് തന്നെ ഞാനപ്പുറം അത് എന്താ മലനോട് ചൊടിച്ചേ? നിന്നെ നക്കലൊന്നുമില്ലല്ലോ. നക്കല നക്കുന്നല്ല, ഇങ്ങനെ ഇങ്ങനെ നിക്കുന്നില്ലേ അത്. അതിരാനെ ഗപ്പോ അങ്ങനെ നിക്കീറാ. നിന്നെ ഇതിൽ നിക്കാം. നിന്നെ ഉറക്ക നക്കണ മല്ല നക്കണ എന്തൊക്കെയാണപ്പ കൈ? പകണ്ടവല്ല. അതാ മല്ലന് ഭയങ്കര ആള് കേട്ടിനാ. അതാ മുട്ട ഒന്ന് കാണുമ്പോ എന്നെ അറിയുന്നു. നീ പാല് കുടിക്കാം.
മാഞ്ചിന്റെ മല്ലന്റെ കഥ പോക്ക്. ബാ നമുക്ക് പോവാ. DOP റെഡി അല്ലേ? ആ റെഡി. അപ്പോൾ പോവാല്ലേ? ആ റോളിംഗ് തന്നെ ഉള്ളത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇത് മണ്ടൂർ എടുക്കുന്ന സ്ഥലത്താണ്. ഇത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു നാടാണ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം വളരെ വ്യത്യസ്തരായ ആൾക്കാരാണ്. അതുപോലെ വ്യത്യസ്ത വളരെ വ്യത്യസ്ത ഞങ്ങളൊരു ഓൺലൈൻ ചാനൽ വരെയാണ്. ഇവിടുത്തെ ഈ നാടിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എടുക്കണമെങ്കിൽ സുക്കിലെ കുറച്ചാൻഡിയും മാഞ്ചി മാഞ്ചാൻഡിയും പ്രത്യേക പെർമിഷൻ വേണം. അതിനെന്താ നമുക്ക് എടുക്കാലോ. അന്നെങ്കിൽ പോവാ. ആ പോവാല്ലേ? പെർമിഷൻ കൊടുക്കാം, സുഖിനും തിന്നാം. ഈ നാടിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള്. എന്റെ ഇത്ര പൈസ ആറിയില്ല. നിക്ക് അങ്ങോട്ടിരിക്കും. അപ്പൊ എന്റെ ഉണ്ടെന്ത് പൈസയല്ലേ? ചിപ്പിളിയാ പേടിച്ചിട്ട് പറഞ്ഞ മല്ലന് ആരുതെന്ന് ചോയ്ക്ക്. നിങ്ങളെ മല്ലൻ പയ്യാനേ 2 ദിവസമേ ഉള്ളൂ. 2 ദിവസം പായും മല്ലനാ? അതെന്ത് സംഭവം? അതെടുക്ക്. ഇത് ഞങ്ങളെ മല്ലൻ ബാഡൂർ മമ്മിഞ്ഞി. ഇത് ഞങ്ങളെ മല്ലൻ കള്ളൻ ഉസ്മാൻ, ഉപ്പള ഉസ്മാൻ. എന്താണ് നിങ്ങൾക്ക് നാടിനെ കുറിച്ച് പറയാനുള്ളത്? ഈ മല്ലന് അങ്ങനെ കൂടുതൽ ബിസി പറയലൊന്നില്ല. എന്ത് കിട്ടി തിന്നോളൂ. എവിടെ തിന്നാനൊന്നും കൊണ്ടതിനാ എപ്പോഴേ DOP റോളിംഗ് അല്ലേ? റെഡി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല നൂല് പോലത്തെ കമ്പി എടുത്തിട്ട് നല്ലൊരു വളവും വളച്ചിട്ട് നാക്കിൽ പൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മളെ മനസ്സറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 അനക്കലനക്കെങ്കിൽ എത്ര വലിയ പൂട്ടാണെങ്കിലും ഓപ്പണായിട്ട് വരും. അതൊരു മാന്ത്രികമായ കലാസ്പർശമാണ്. വാ. അപ്പൊ മല്ലൻ അറിഞ്ഞ പൂട്ട് ഒളിക്കുന്ന ആളല്ലേ? അതാണ്. അത്രേ ഉള്ളൂ. തപ്പേ ഞാനാ? എന്ത്? ഇത് TV-യിൽ വരും? ഇല്ല, മൊബൈലിൽ വരും. അല്ല TV-യിൽ വരും. ആ അന്നെങ്കിൽ ഞാൻ ആനെ ചവിട്ടി താത്തി കഥ. ആനച്ചൊട്ട് കഥ ഒന്നും വേണ്ട. അവനെ തച്ചെങ്കിലാ വേണ്ട ഓനെ തച്ചിട്ട് ശക്തിയൊന്നും തീർക്കണ്ട. അന്നെങ്കിൽ നമുക്ക് മുങ്ങീറാ. വാ. എന്നൊന്നും ചോദിക്കാനല്ലോ. എന്തിപ്പാ കായ് എടുക്കാനാ പോയ? ബനാന ഈറ്റിംഗ് ടൈം. പാലുടിക്കാൻ സമയമായി. പോവാ. അപ്പൊ ഞങ്ങൾ പോയിട്ട് നാട്ടുകാർ കുറച്ച് ഫുട്ടേജ് എടുത്തിട്ട് വരാം. അപ്പൊ ഞങ്ങ എന്തിരാ? നാട്ടുകാരല്ലേ? അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് സാധാരണക്കാരായ. അപ്പ സാറല്ലേ, എടുത്തിട്ട് വാ. നിക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ ആളാര് മോനെ? ഞാനേ. അപ്പൊ എന്നോട് ചോദിക്ക്. ആയി, അപ്പൊ ഞങ്ങൾ ഫുട്ടേജ് എടുത്തിരുന്നു. ആയി, അപ്പൊ പോയിട്ട് നല്ല ഓണത്തിൽ എടുത്തിട്ട് വാ. പോയിരാ. ഔക്കർച്ചാവും മജിച്ചാവും ചോദിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കൃഷിക്കുള്ള വെള്ളം നേരെ കിട്ടുന്നില്ല. അതുമാത്രമാ ഓരൊന്നിച്ച് നടത്തിക്കൊണ്ടേ കമ്പനി ബന്ധാക്കി. അങ്ങനെ കുറേ ആളെ പണിയും പോയി. ഔക്കർച്ചാവും മജിച്ചാവും ചൊടിക്കുന്ന തന്നെ നല്ലത്. ഇവിടെ ബാക്കിയുള്ള ആളെന്തല്ലോ പറയും, അത് നിങ്ങൾ കേൾക്കണ്ട. എന്തും ഇല്ലാൻ കുറെ കലുമ്പാണല്ലോ പാകണ്ട്. മല്ലന്മാർ വെറുത്ത് പാച്ചനും തല്ലും കുൽമാരും. എന്തോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ഷൂട്ട് കഴിഞ്ഞ ഒരിക്കൽ പെട്ടെന്ന് പോയിരാ. 6 മണിയാകുമ്പോൾ എത്തണ്ടല്ലേ? അതിന് നീ പഠിക്കേണ്ട സമയത്തുണ്ട്. 1.5 മണിക്കൂറുണ്ട്. ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എങ്ങോട്ടാ പോന്നേ? ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന്. ഒക്ക അതല്ലടാ, നല്ല തിരക്കുണ്ട. അപ്പൊ നല്ലോണം ഷൂട്ടിംഗ് എല്ലാം എടുത്താ മക്കളെ? എടുത്താ. അപ്പൊ ആ ക്യാമറ ഒന്ന് നോട്ട് പോനെ.
എന്തിനാ പയ്യാക്കി ക്യാമറ? ഇതട വെക്കോ? എന്തിച്ചാ ഞങ്ങക്ക് നാട്ടില് പോണ എന്റെ ക്യാമറ ഉണ്ടാ? നിങ്ങൾ ഈ നാട്ടിലേക്ക് വരുമ്പോ ഞങ്ങളോട് പറഞ്ഞാ ഇല്ല. അപ്പൊ നിങ്ങൾ എപ്പോ പോണെന്ന് ഞാൻ തീരുമാനിക്കും. അതെന്തിന്? അപ്പൊ എപ്പോ പോണോന്ന് ഞാൻ തീരുമാനിക്കും. എന്ത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വലിയ പോരെല്ലാം നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഷൂട്ടിംഗ് എല്ലാം എടുത്തിട്ട് സമാധാനത്തിൽ പോയാൽ മതി. മുനീറെ ശരിപ്പോ പിള്ളേർക്ക് വേണ്ട സൗകര്യം എല്ലാം ചെയ്തു കൊടുക്ക്. അതെ ക്യാമറ ക്യാമറ ഉണ്ടോന്നതാ എന്ത് കാര്യടാ കിട്ടും. നീ തരൂടാ. നീ അതൊരു പൊളിച്ചൊരു ഈ നാട്ടിൽ കക്കാൻ പറ്റിയൊരു പോരോലുമില്ല. ഇതൊരു ഇതെന്താണെന്നാ മല്ലനോ? മല്ലൻ എങ്ങോട്ടേക്ക്? ഞാൻ കിടക്കുന്ന റൂമിൽ ഭയങ്കര തണുപ്പ്, ഒന്ന് ചൂട് കൊള്ളാൻ ഇറങ്ങിയത്. ഒക്ക ഞാനും അങ്ങനെ, ഉള്ളിൽ ഭയങ്കര തണുപ്പ്, അങ്ങനെ കുറച്ച് ചൂട് കൊള്ളാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ആരെങ്കിലും കാണും, നമുക്ക് കുറച്ച് മാറി നിന്നിട്ട് ഒന്നിച്ചുള്ളവാ. ഓക്കെ. മല്ലം മുങ്ങാൻ നോക്കുന്നുണ്ടായല്ലേ? എന്താ പേടിയായ? ഞാൻ മല്ലനുമല്ല ഒരു കുല്ലനുമല്ല, ഞാനൊരു പാപ്പ മമ്മിഞ്ഞി. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തിയത്? അതൊരു വലിയ കഥ. വലിയ കഥ? അതായത് ഞങ്ങൾക്ക് പയ്യൂനെ കറക്കുന്ന പണി. അങ്ങനെ പട്ട അടുത്ത വലിയ ആനിനെ പോലത്തെ ഒരു സിന്ധി പയ്യൂനെ ഞാൻ കറക്കുമ്പോൾ എൻ്റെ കൈ ഉളുക്കി. ഏടുന്നല്ലോ മരുന്നെടുത്തു, ഒന്നും കൊണാന്നില്ല. അങ്ങനെ ബാടൂറിലൊരു വൈജനുണ്ടെന്ന് എല്ലിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ വൈജനല്ലി കൈതാ ഇങ്ങനെല്ലാം ആയിക്കൊണ്ടിരുന്നെങ്കിൽ ഉളുക്കെല്ലാം മാറുന്നു. അങ്ങനെ മരുന്നും വേങ്ങിയിട്ട് ബാടൂർ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ പ്രാക്ടീസ് ആയിക്കൊണ്ടായി. അപ്പം എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് കേട്ട്, മല്ല മമ്മിഞ്ഞല്ലേ, എൻ്റെ പേര് മമ്മിഞ്ഞി എന്നല്ലേ, ഞാൻ ഒക്കുന്നില്ലേ. അയാളപ്പന്നെ എൻ്റെ കൈക്കൊരു പൈസേൻ്റെ കെട്ടിച്ചിട്ട് വാന്നില്ലേ. പൈസ കണ്ടിട്ടാകുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. ഞാൻ നേരെ അയാളൊക്കെ പോയി. ആടെത്തിട്ടാകുമ്പോയാ വേണ്ടിയ ഫുഡ്, എന്ത് പറഞ്ഞു കേൾക്കാൻ പണിക്കാറ്, പിന്നെ കൈ നിൽക്കാൻ കുറേ ആൾക്കാർ, പിന്നെ ഒരു കുണമുണ്ടായി. ഓരെല്ലോ കൈ ഞെക്കിയിട്ട് എൻ്റെ കൈൻ്റെ ഉൾക്ക് പോയി. വയ്യാവാൻ കറിഞ്ഞത് ഈ മല്ലനെന്നല്ലെങ്കിൽ തല്ലാക്കുന്ന പണിയുന്നു. ഇത്രയും വലിയ നിങ്ങളോട് ഞാൻ എങ്ങനെ തല്ലാക്കുന്നത്? അങ്ങനെ ഞാൻ നേരായ കയ്യും കൊണ്ട് മെല്ലെ ആരും അറിയാണ്ട് മുങ്ങിറാതൽ അതിന് നിങ്ങവും പിടിച്ച് ഞാനിനി എന്താക്കുന്നത്. അതല്ല, അപ്പൊ ഈ ആനെ ചവിട്ടിത്താത്തി എന്നെല്ലാം പറഞ്ഞത്? അത് ഈ മുട്ട തിന്ന മജയിൽ അറിയാണ്ട് പറഞ്ഞു പോയത്. ഓൾ കേരള കള്ളൻ അസോസിയേഷൻ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അറിയാൻ, ഈ വർഷത്തെ ഏറ്റവും മികച്ച കള്ളനായി തിരഞ്ഞെടുക്കപ്പെട്ട കള്ളൻ ഉസ്മാനെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്താ ഈ കള്ളൻ അവാർഡ് എന്നെല്ലാം പറയുന്നത്? ഈ വർഷത്തെ ഏറ്റവും മികച്ച കള്ളനുള്ള അവാർഡ് എനിക്ക് പോയി. കള്ളനുള്ള അവാർഡാ? കള്ളനാ? കള്ളന് പിന്നെ കള്ളന്റെ അവാർഡ് അല്ലാണ്ട് പോലീസിന് കിട്ടുമോ? കള്ളനല്ലേ? വെറും കള്ളനല്ല, അവാർഡ് വിന്നിങ് കള്ളൻ. അപ്പൊ ഈ കള്ളൻ എങ്ങനെ മല്ലനായത്? ഞാൻ മല്ലനൊന്നുമല്ല ഭായി, ഞാൻ നിന്നെ പോലെ എന്നിട്ട് വന്നിട്ട് പെട്ടത്. രക്ഷപ്പെടാൻ കുറെ നോക്കി, കഴിയുന്നില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇടുന്ന് രാത്രി രക്ഷപ്പെടാൻ എന്തായാലാവല. എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലത് രാവിലെ എല്ലാവരും എനിക്ക് നാട്ടിൽ മുമ്പ് രക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ ഈ മല്ലനും നമ്മളെന്നെ ആളായത് കൊണ്ട് ഞമ്മക്കൊന്നിച്ച് രക്ഷപ്പെട്ടെങ്കിൽ എന്താ നാളെ രാവിലെ ആൾക്കാരെണിക്കുന്നതിന് മുമ്പ് തടുതപ്പോ. എന്തായി? ആന്തില്ല, ഞമ്മ രക്ഷപ്പെടുന്ന വഴി ഞാൻ കണ്ടുപിടിച്ച്. അതിലൂടെ വഴിയുണ്ട്, നല്ല വഴി. ബാപ്പുവാ, ശ്രദ്ധിക്കണം, കുറച്ചടി ഇരുന്നിട്ട് പോവാ. വൈക്കുന്നു ഇപ്പൊ 4 മുട്ടയും 1 ലിറ്റർ പാലും കൈഞ്ഞക്കലും എന്തെല്ലാം ഉണ്ടായിരുന്നു. വെണ്ണ വന്നിട്ട്
മുട്ടിയും പാലെല്ലാം നിൽക്കുന്നതിന്റെ നാട്ടിൽ പോയിട്ടും കുടിക്കാലോ. ഇവിടെ പ്രാന്താന്ന് പോയി നാട്ടില് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാ. ശരി, എങ്ങനെയെങ്കിലും എത്തിനും എന്ത് അതിൻ്റെ ഉള്ളിൽ മുട്ട എന്തും കൊണ്ടാ? മുട്ടയൊന്നുമില്ല. ആ സുക്കിലും മാഞ്ചും കണ്ടെങ്കിലേ നമ്മള് രണ്ടാളും മുട്ട കൊടുക്കും. നീ രാവിലെ തന്നെ എണിക്കാത്തോട്ടല്ലേ ഇപ്പൊ ഇങ്ങനെല്ലാം ആയത്? കള്ളനും മലനും ഇപ്പൊ ഒന്നായിട്ട് മുങ്ങാൻ നോക്കുന്നല്ലേ? എന്റെ കൊറേ മുട്ടയും പാലും കുടിച്ചിട്ട് ഇപ്പൊ തടി തപ്പാൻ നോക്കുന്നല്ലേ കള്ള ഹമുക്ക്. അതിനെ നീ കിട്ടിയ കള്ളനെല്ലാം കൊണ്ടിട്ട് എന്നെ തോപ്പിക്കാൻ നോക്കിയല്ലേ? നിങ്ങ എന്തിനു ബേജാറാക്കുന്നേ? ബാള ഞങ്ങൾ ഇപ്പൊ ഇടുന്നതല്ലാക്കിറ. എന്തിരാ എന്ത് തല്ലാക്കുന്നേ? എന്തിരാ എന്ത് തല്ലാക്കുന്നേ? DOP വന്നല്ലോ. തല്ല് ക്യാൻസൽ ആയില്ലേ? അപ്പൊ എന്റെ ക്യാമറ എന്നൊരു ക്യാമറ അല്ല DOP പോണാ. DOP ഗൺകിറാ ഒരിക്കൽ എന്നെ വിടുന്ന് അത് അടിച്ചിട്ട് പോവും. ഏച്ചാ നിങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ ഞങ്ങൾ തല്ലാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പോണ പോയിട്ട് കുറെ പണിയുണ്ട്. ഞങ്ങളല്ലോക്കടാ ഓന്റെ ഒരു നുണച്ചല്. പിന്നെ പൊട്ടിയ ഞാൻ ഇപ്പൊ പോയിട്ട് നീണ്ട നിക്ക്. നീ എന്ത് പഠിക്കണ്ട, ഞാൻ ഇപ്പൊ വരാം. രാത്രിയുടെ അടുത്ത് വെച്ചോണ്ട് പോയി കണ്ട് ഇയാൾക്ക് കൊടുത്തറോ എന്റെ പെട്ടിയിൽ. കിട്ടും. റൂഹാനിക്ക് നിങ്ങളോടുള്ള ചൊടി മാറണോ? അത് എപ്പോ എങ്ങനെയെന്ന് ഇപ്പൊ പറയാൻ കഴിയല. ഓളെ ചൊടി മാറിയെങ്കിൽ ഓളത് മുഹമ്മിനീങ്ങളെ കയ്യിൽ കൊടുത്തു വിടും. സുഖിലെ എന്റെ പെട്ടി കിട്ടിടാ. എന്റെ അസീനാന്റെ ആമാടെ പെട്ടി ഓളെ റൂഹാനി വന്നിട്ട് 2 മുഹമ്മിനീങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പോയത് കണ്ട. മാഞ്ചി ഇനി അമ്മ ചൊടിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമുള്ള? അപ്പൊ കഥ എടുത്തിരുന്ന ആ പെട്ടിക്കട്ട കള്ളനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടാലോ? അതൊരു കള്ളനല്ല, നിരാശ കാമുകനായിരുന്നു. എൻ്റെ അസീന, ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചെന്ന് നിനക്കറിയോ? പക്ഷെ നിനക്കിഷ്ടം മാഞ്ചിയായിരുന്നല്ലോ. നിന്റെ മണമുള്ള ഈ പെട്ടി പോലും ഞാൻ ഓനിക്ക് അനുഭവിക്കാൻ കൊടുക്കൂല. അസീന, ഇതെല്ലാം നീയൊക്കെ എന്നറിഞ്ഞ?